അതായത് ഈ ജോൽസിന്റെ വീട്ടിൽ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ജോൽസിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എനർജി അവരിലേക്കും പോകും എന്നുള്ളതാണ്. ഇയാള് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞോടുകൂടി ഇയാളെ ഭാര്യയായിട്ട് നല്ല രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായി. അത് ഇങ്ങോട്ട് എഫക്റ്റ് അടിച്ചു. അവരെ ബോഡിയിൽ അവർക്കത് ഗുണം വരണം. അതാണ് ഏലസിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ദേവതാന്റെ രണ്ടാം സ്ഥാനമാണ്. ഈ യന്ത്രങ്ങളും പൂജകള് ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതാണോ അതോ ഓരോ വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ? അല്ല, ഇതിലെന്താ ചിലപ്പോൾ നമ്മൾക്കിപ്പോൾ മേഡത്തിൻ്റെ ഒരു നക്ഷത്രം, എൻ്റെ നക്ഷത്രം രണ്ടാണ്. മേഡത്തിൻ്റെ എനർജി എൻ്റെ എനർജി, അതായത് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചൂട് തണുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇന്ന് പറഞ്ഞ നക്ഷത്ര പ്രകാരം ഓരോ ദേവൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു തരാം, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ബുധദശ, അതേമാതിരി വ്യാഴദശ, അതേമാതിരി സൂര്യൻ, അങ്ങനെ ഓരോ ദശയിലായിരിക്കില്ല നമുക്ക് ഓരോ ജനനം നക്ഷത്രത്തിൽ വരിക. അപ്പോൾ ഇതിൽ പ്രകാരം ഇവരെ ശരീരത്തിൽ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് യന്ത്രങ്ങൾ കൊടുക്കാൻ പറ്റുക. അത് ഒന്ന് ശൈവം, വൈഷ്ണവം, ശാക്തേയം. ഈ 3 രീതി യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശിവസംബന്ധമായിട്ട്, വിഷ്ണു സംബന്ധമായിട്ട്, ഭഗവതി സംബന്ധമായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ശൈവം കൊടുത്താൽ അയാൾ ഒരു വൈഷ്ണവ ചൈതന്യ സ്വാത്വികനാണെങ്കിൽ അയാൾക്കത് പറ്റിക്കോണമെന്നില്ല. കാരണം വെച്ചാൽ അയാൾ ബോഡി അതിൽ ചിലപ്പോൾ അയാൾക്കൊരു ഗുണം കിട്ടിക്കോണം, വിചാരിച്ച ഗുണം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പം നമ്മൾ എൻ്റെ അടുത്തൊക്കെ വന്നാൽ ഞാൻ എന്ത് ചോദിച്ചാൽ അതിൽ ചരട് കെട്ടിക്കൊടുക്കും. ഓരോ നക്ഷത്രമൊക്കെ ചോദിച്ചാൽ ഏകദേശം നമ്മളൊരു സുമാർ ചരട് കെട്ടി, ഇത് നിങ്ങൾ കെട്ടി നോക്കും, നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ പറയുമെന്ന് പറയും. അപ്പോൾ അവർ വിളിച്ച് പറയും ഇങ്ങനെ ഒരു ചരട് കെട്ടിയിട്ട് നല്ല ഗുണമുണ്ട്. അപ്പോൾ അവർക്ക് പറ്റും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കും. മറ്റേ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് വേഗം ഒരു ഏലസ് എഴുതി അല്ലെങ്കിൽ അത് പൂജ ചെയ്ത് അത് കൊടുക്കുക എന്നുള്ളതല്ല സംഭവം. അവരെ ബോഡിയിൽ അവർക്കത് ഗുണം വരണം. അതാണ് ഏലസിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ദേവതാൻ്റെ രണ്ടാം സ്ഥാനമാണ്. ദൈവികമായിട്ട് നമ്മൾ വിഗ്രഹാരാധന ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടാം സ്ഥാനമാണ് യന്ത്രങ്ങൾ. അതിന് ഭയങ്കര എനർജി പവറാണ്. അത് എനർജി എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്ന ആൾക്ക് എനർജി അതിനകത്തേക്ക് കൊടുക്കണം. അതായത് ഇതിൽ നമ്മൾ പ്രാണപ്രതിഷ്ഠ, ജീവപ്രതിഷ്ഠ, അങ്ങനെ പ്രതിഷ്ഠകൾ, ആ പ്രതിഷ്ഠ നമ്മൾ ചെയ്ത് അതിൽ എന്നെ പവർഫുൾ കൊടുക്കണം. പക്ഷെ ഇതിൻ്റെ ഒരു സപ്പോസ് ഒരു വലിയൊരു വിഷയം എന്താ പറയുക, ഇപ്പം ജനങ്ങളായാലും മറ്റുള്ളവർക്ക് അറിയാത്തൊരു ദോഷം എന്താ വെച്ചാൽ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള. അത് വലിയൊരു ദോഷമാണ്. എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു പ്രശ്നം തീർക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പ്രശ്നം നമ്മളിലേക്ക് വരും, അതായത് ചെയ്തു കൊടുക്കുന്ന. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കാൻ കഴിവുകളുണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇയാൾ തകർന്നു പോകും. അങ്ങനെ ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. അതായത് ഈ കൊടുക്കുന്ന ആള് തകർന്നു. അങ്ങനെ തകർന്ന ആൾക്കാരുണ്ട് എത്രയോ. നമ്മളെ അനുഭവത്തിൽ നമ്മളെ ചുറ്റുപാട് തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് കഴിയാത്ത ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ നമുക്കതിന് ത്രാണി വേണം, അതിന് അത്രയും പവർഫുൾ ജപം വേണം. അയാൾക്ക് അതിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം അവരെ ദുരിതമാണ്. ഇപ്പം നിങ്ങളെ ദുരിതം കൊണ്ടാണ് നിങ്ങളത് വിഷമം അനുഭവിക്കുന്നത്. ആ ദുരിതം തീർക്കാനൊരു സാധനം തരുമ്പോൾ ഈ ദുരിതം എങ്ങോട്ട് പോകും? കൊടുത്താളി പോകും. അപ്പോൾ ഈ കൊടുത്ത ആൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം. പിന്നെ എല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഈശ്വരാധീന ചിന്തന. സർവേശ്വനാന്ത ഈശ്വരനിത്യം സാന്നിധ്യം അസ്മാത് വിഷ്ണുകുലെ പ്രായേനുകുല സകലാഞ്ച സകല പ്രാതിൻ്റെ സതിനാനുകൂല. വ്യാഴം എന്ന് പറഞ്ഞത് ആ അനുഗ്രഹം ഇയാൾക്കുണ്ടോ? രാശിപ്രകാരം നോക്കും. ഇയാൾക്ക് ദൈവാദിനം ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് അറിയോ ദൈവാദിനം ഉണ്ടാക്കി വരാൻ പറയും. എങ്ങനെ? വിഷ്ണു ക്ഷേത്രത്തിലോ മറ്റുള്ള കുടുംബക്ഷേത്രത്തിലോ അവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വഴിപാട് ചെയ്ത് വരാൻ പറയും. എന്നിട്ട് വീണ്ടും നോക്കണം രാശി. ഇതിനൊന്നും ആൾക്കാരെ കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളത് പറയുമ്പോൾ ഇയാൾക്ക് എന്തോ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ്. ജനങ്ങളെ പ്രശ്നം 1/2 മണിക്കൂറോട് കാര്യം നടക്കണം. ഓല പ്രശ്നം തീർന്ന ഓലത് കഴിഞ്ഞു. അല്ല, ഞാൻ പറയും മൊത്തത്തിൽ ഇപ്പോൾ ഒരു നിലപാട് അങ്ങനെയാണ് ആൾക്കാർ. അതാണ് സംഭവം. അപ്പൊ ഇത് സാർ പറഞ്ഞതുപോലെ യന്ത്രങ്ങളും അല്ലെങ്കിൽ ഈ ചെറിയൊരു ഏലസ് ആണെങ്കിൽ പോലും കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. അല്ല, അങ്ങനെയല്ല, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ഗുണം വരുമ്പോൾ നമ്മളിലേക്ക് അത് വരുന്നത് കാരണം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് അപകടങ്ങൾ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, തിരിച്ചടികൾ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കൊടുത്തോളൂ, കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം.
അതുപോലെ അതിന്റെ ഫലം കിട്ടാനായിട്ട് അതിന്റെ ഫലം തന്നെ സംഭവം ഇയാൾക്ക് അക്സെപ്റ്റ് ആവണം, അതായത് ഇയാളുടെ ശരീരത്തിൽ അത് ബോഡിയിൽ അത് റെഡി ആണോ എന്നുള്ളതാ. അതാണ്. അതുപോലെ പൂജകൾ, ഇപ്പം പലതരത്തിലുള്ള പൂജകളുണ്ട്, ഗണപതി ഹോമം, അതുപോലെ പലതരത്തിലുള്ള പൂജകൾ. ഈ പൂജകൾക്കും ഇങ്ങനെ ഒരു ഇതുണ്ടോ? അല്ല, പൂജയില് ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്ക് എന്താണ് പ്രശ്നം, ഇവർക്ക് ഭാഗ്യക്കുറവാണോ, അല്ല ഇവര് വീട്ടുകാർ തമ്മിലുള്ള വിഷയമാണോ? ഇപ്പൊ ഉദാഹരണം തന്നെ മാഡത്തിന് ഒരു കാര്യം പറയാം. ഒരു ഉദാഹരണം ഒരു സ്ഥലത്ത് സംഭവിച്ചാണ്. സ്ഥലം ഞാൻ പറയുന്നില്ല, ആളെയും പറയുന്നില്ല, കാരണം പറയാൻ പറ്റൂല. നമ്മളൊരു നാട്ടിൽ തന്നെയാണ്. അതായത് ഒരു ജോത്സ്യന്റെ അടുത്ത് പിന്നെ ഒരാൾ വന്നു. അയാൾ കർമ്മിയും കൂടിയാണ്, ജോത്സ്യം മാത്രമല്ല കർമ്മിയും കൂടിയാണ്. അപ്പൊ ഇയാൾ വന്ന് ഉദ്ദേശം പറഞ്ഞു വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് വലിയ വിഷയമാണ്, കച്ചറയാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫൈറ്റിംഗ് ആണ്. അപ്പൊ ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു രക്ഷ, അതായത് ഒരു ഐക്യമത്യം എന്നുള്ള സംഭവം ഞാൻ ചെയ്തു തരാമെന്നാണ്. അപ്പം ഇയാൾ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച വന്നോളാൻ പറഞ്ഞു. അപ്പം ഈ ചൊവ്വാഴ്ച വരികയാണ്, അത് ഈ പറഞ്ഞ ആൾക്കാർ വരികയാണ്. ഇത് വരുന്ന സമയത്ത് ഈ ജോത്സ്യനും ഭാര്യയ്ക്കും മുട്ടം വഴക്ക്, ഇത് മേടിക്കാൻ വരുമ്പോൾ. പക്ഷേ ഇയാൾ പറഞ്ഞു, നിങ്ങളെ വീട്ടിലത്തെ പ്രശ്നം തന്നെ തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇനി അത് വേണ്ട, അവിടെ വെച്ചോളൂ പറഞ്ഞു. ഇതിൽ മാഡത്തിനോട് ഞാൻ ചോദിക്കുക, എന്താണ് ഇതിൻ്റെ വിഷയം, എന്താണ് സംഭവം? മാഡത്തിന് ഈ കഥയിൽ എന്താ മനസ്സിലായത് സംഭവം? അതായത് ഈ ജോത്സ്യന്റെ വീട്ടിൽ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ജോത്സ്യൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എനർജി അവരിലേക്കും പോകും എന്നുള്ളതാണ്. കാരണം ഇയാള് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞോടുകൂടി ഇയാളെ ഭാര്യയായിട്ട് നല്ല രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായി. അത് ഇങ്ങോട്ട് എഫക്റ്റ് അടിച്ചു. പക്ഷെ ഇയാളെ ദൈവാദിനം ഇയാൾക്കുണ്ട് ജോത്സ്യന്. അതുകൊണ്ട് എന്തായാലും അയാൾ ഇത് വാങ്ങിയില്ല. വാങ്ങിയെന്ന് ഇയാൾ പിഴയിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് സംഗതി. അത് നമ്മൾ പറയാന്ന് മാത്രം. അപ്പൊ നമ്മൾ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജോലി ചെയ്യുന്ന മാതിരിയാ. ഷോക്ക് അടിച്ചാൽ കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഉപാസന പവറും കഴിവും കാര്യങ്ങളും, പിന്നെ ഇതിന് നിയോഗമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജോത്സ്യനാണെങ്കിൽ വെറുതെ ഒരാൾക്ക് എല്ലാവർക്കും ഡ്രൈവറാകാം, ഏത് ഡ്രൈവിങ് ചെയ്യാം, പക്ഷെ ജോത്സ്യനാകാൻ നിയോഗമുണ്ട്. അങ്ങനത്തെ ആൾക്കാരല്ലാത്തൊക്കെ നമ്മളെ ചുറ്റുപാടിലൊക്കെ ജോത്സ്യനായി വിറ്റ് ഇത് നിർത്തിയവരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ജോത്സ്യന്മാരെ ദൈവജ്ഞൻ. അതെ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾക്ക് കുറെ ഗുണങ്ങൾ, ക്വാളിറ്റികളുണ്ട്. അയാൾ ഉപാസന ബലുണ്ട്, അയാൾ നീക്കുന്ന ചിട്ട, അയാളുടെ രീതി, അയാളുടെ ഭക്ഷണ രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ദിക്കിലേക്ക് പോകുമ്പോൾ ആ ദിക്കിൽ അപകടം ഉണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവണം. അതാണ് യഥാർത്ഥ ജോത്സ്യം. അല്ലാണ്ട് ജോത്സ്യം പോയിട്ട് അവിടത്ത് പോയി പോകാനല്ല. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങോട്ട് പോകരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാളെ നിർബന്ധത്തിൽ നമ്മൾ സാമ്പത്തികം വിചാരിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല. നമുക്ക് കഴിയുന്നത് ചെയ്യാം, അത്രേ ഉള്ളൂ. വിഷമമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും വിഷയമല്ല. പക്ഷേ മനസമാധാനം ഉണ്ടാവും, അത്രയും പറയാം. അതായത് ഈ നമ്മൾ യന്ത്രങ്ങളെ വിഷയം എന്ന് പറയുമ്പോൾ യന്ത്രങ്ങൾക്കുള്ള പ്രത്യേകത വെച്ചാൽ അതിന് എനർജി ലെവൽ കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കുക ചെയ്യണം. അപ്പം ഇത് രക്ഷിക്കുന്ന സമയത്ത് അവരുടെ രക്ഷ അവർക്ക് കിട്ടുമ്പോൾ ഇതെവിടെ പോയി എന്നതാണ് ചിന്തിക്കേണ്ടത്. ചില ആൾക്കാർ പൂജാരികൾ അവരുടെ ഭാഗത്തുള്ള എനർജി എവിടെ പോയി, അവർക്ക് മാറ്റം വന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഹാപ്പിയായി, ഓ ഞാൻ ചെയ്ത് ശരിയായി, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ ചെയ്ത് റെഡി ആയില്ലേ എന്ന് ചോദിക്കും. അപ്പം ഇത് ചോദിക്കുമ്പോൾ ഉള്ള വിഷയം എന്താ വെച്ചാൽ ഈ സംഗതി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇയാൾക്ക് അറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾക്ക് പണി കിട്ടും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് എന്താ തിരിച്ചടി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വിഷയം കൂടി നമ്മളെ നാട്ടിലുണ്ട്. കാരണം അയാൾ അത് ശ്രദ്ധിക്കണ്ടേ, ഞങ്ങൾ എന്താക്കാനാ എന്ന് കൈമലർത്തുന്ന ആൾക്കാരെ എല്ലാവരും ഉള്ളൂ. അയ്യോ എന്നെ രക്ഷിക്കാൻ വന്ന അയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് ആരും പറയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതൊരു വിഷയമാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.